Hi students, today we will discuss about IoT design methodology. It's the last portion of our first module. What are the different steps associated in the design of an IoT systems? There are 10 steps involved in a IoT system design. IoT system methodology includes purpose and requirement specification. First we have to specify what is the purpose of an IoT system that we are going to design, and what are the different requirements of these systems. That is the purpose and requirement specification. First we have to specify the purpose and requirement specifications, and second steps involved is process specifications. We should specify the process, so use case model that we are using to describe the process specifications. Third steps is domain model specifications, and fourth is information model specifications. Next is service specifications, IoT level specifications, functional view specification, operational view specification, device and component integration, and finally application development. So these are the 10 different steps involved in a IoT design. Okay, so next we will discuss each of these steps with an example. The example means it's a practical example. മനസ്സിലാട്ടോ പറയുന്നത്, ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിളിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓരോ സ്റ്റെപ്സും എന്താണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. ആ സ്റ്റെപ്സ് നമ്മൾ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിളായിട്ടുള്ള നമ്മൾ പ്രാക്ടിക്കൽ എക്സാമ്പിൾ നമ്മൾ സ്പെസിഫൈ ചെയ്യും. ആ പ്രാക്ടിക്കൽ എക്സാമ്പിളിനകത്ത് ഈ ഓരോ സ്റ്റെപ്സും എങ്ങനെ വരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കും. സോ ദ പ്രാക്ടിക്കൽ എക്സാമ്പിൾ ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഈസ് ഹോം ഓട്ടോമേഷൻ സിസ്റ്റം. അപ്പോൾ ഹോം ഓട്ടോമേഷൻ സിസ്റ്റം ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു IoT സിസ്റ്റം ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ സ്റ്റെപ്സും എന്തായിരിക്കണം, ഈ 10 സ്റ്റെപ്സ് അതിനകത്ത് എങ്ങനെ ഇൻവോൾവ് ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ തന്നെ ഈ 10 സ്റ്റെപ്സും ഒരു IoT സിസ്റ്റം ഡിസൈൻ ചെയ്യാൻ വേണമെന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. വി കൻ ഓമിറ്റ് one or two steps in this design methodology. പക്ഷേ ഒരു നോർമലി ഉള്ള ഒരു ഡിസൈൻ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസൈൻ നമ്മൾ സ്പെസിഫൈ ചെയ്യുക ഈ 10 സ്റ്റെപ്സും വേണം എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ നമുക്ക് 1-2 സ്റ്റെപ്സ് ഒഴിവാക്കുന്നതിന് കുഴപ്പമില്ല. നോർമലി ഒരു നല്ലൊരു സിസ്റ്റം ഡിമാൻഡ് ചെയ്യുന്നത് ഓൾ ദി സ്റ്റെപ്സ് ആണ്. അപ്പോൾ നമുക്കൊരു ഡയഗ്രാമാറ്റിക്കലി അതെങ്ങനെയാണെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. IoT system design methodology. First step is a purpose and requirement specification. In this steps, we should define the purpose and requirement of IoT system. Purpose and requirement എന്ത് ചെയ്തിരിക്കണം, നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കണം. And second step is process model specifications. In these steps we define the use case model. Actually, use case is a description of how a person who actually uses the system will accomplish it goal, a particular goal. യൂസ് കേസ് എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റം ഡിസ്ക്രൈബ് ചെയ്യാനുള്ളൊരു മെത്തേഡാണ്. ഡയഗ്രാമാറ്റിക് മെത്തേഡോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻസോ ആകാം. ആ ഡിസ്ക്രിപ്ഷൻ യൂസ് ചെയ്തിട്ട് ഒരു പേഴ്സൺ എങ്ങനെയാണ് അയാളുടെ സിസ്റ്റം പെർഫെക്റ്റ് ആയിട്ട് അയാളുടെ ടാസ്ക് അക്കംപ്ലിഷ് ചെയ്യുന്നത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന മെത്തഡാണ് യൂസ് കേസ് എന്ന് പറയുന്നത്. മനസ്സിലാണ്ടോ പറഞ്ഞത്? ഒരു സിസ്റ്റം എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നു, എഫക്റ്റീവായിട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക, യൂസ് കേസ് മോഡൽ എന്ന് പറയും. അപ്പോൾ യൂസ് കേസ് മോഡൽ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോസസ് ഓഫ് ദി സിസ്റ്റം നമ്മൾ എന്ത് ചെയ്യും, പ്രോസസ് മോഡൽ സ്പെസിഫിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യും, എക്സ്പ്ലെയിൻ ചെയ്യും. മനസ്സിലായല്ലോ? വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യും. അതാണ് യൂസ് കേസ് മോഡൽ യൂസ് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആൻഡ് തേർഡ് വൺ ഈസ് എ ഡൊമൈൻ മോഡൽ സ്പെസിഫിക്കേഷൻ. Domain model specification. In this specification, we should define the physical entities, virtual entities, device, resources, and services in the IoT systems. നമ്മൾ ഇത്രയും കാര്യം ഈ സ്പെസിഫിക്കേഷനകത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കണം. എന്താണ് നമ്മൾ എൻറ്റിറ്റി എന്ന് പറയുന്നത്? എനി ഫിസിക്കൽ ഡിവൈസ് ഇൻക്ലൂഡഡ് ഇൻ ദി IoT സിസ്റ്റം.
ഏത് ഫിസിക്കൽ ഡിവൈസിനെ, ഇപ്പം നമ്മൾ പറഞ്ഞു ഒരു ഡോറിനെ കൺട്രോൾ ചെയ്യാനാണ്, അല്ലെങ്കിൽ ഒരു റൂമിനെ കൺട്രോൾ ചെയ്യാൻ, ഒരു റൂമിനകത്തുള്ള ലൈറ്റ് നമ്മൾ കൺട്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റൂം ഈസ് എ ഫിസിക്കൽ എൻറ്റിറ്റി. അപ്പോൾ ഈ ഫിസിക്കൽ എൻറ്റിറ്റീനെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതേപോലെ റൂം എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രോഗ്രാമിനകത്തൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ആ റൂമിന് ഫിസിക്കലായിട്ടുള്ള ആ റൂമിനെ നമുക്ക് അതേപോലെ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഇമേജ് നമ്മൾ എന്ത് ചെയ്യും, അതിനകത്ത് യൂസ് ചെയ്യും. ഇമേജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കോൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്തിരിക്കും. ആ കോൺസെപ്റ്റിനെ നമ്മൾ എന്ത് പറയുക, വെർച്വൽ എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ, അതായത് ഫിസിക്കൽ എൻറ്റിറ്റീൻ്റെ ഒരു കോപ്പി, ആ ഒരു പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കോപ്പിയാണ് നമ്മൾ എന്ത് പറയുക, വെർച്വൽ എൻറ്റിറ്റി എന്ന് പറയുക. അപ്പം ഫിസിക്കൽ എൻറ്റിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്യണം, വെർച്വൽ എൻറ്റിറ്റി ഡിഫൈൻ ചെയ്യണം, ആൻഡ് ഡിവൈസ് എന്താ നമ്മൾ പറഞ്ഞു, റിസോഴ്സസ് എന്താണെന്ന് പറഞ്ഞു, ആൻഡ് സർവീസസ് എന്താണെന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യം നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഈ തേർഡ് സ്റ്റെപ്സിനകത്ത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, സ്പെസിഫൈ ചെയ്തിരിക്കണം. ആൻഡ് ഇൻഫർമേഷൻ മോഡൽ സ്പെസിഫിക്കേഷൻ, ഡിഫൈൻ ദി സ്ട്രക്ചർ, റിലേഷൻ, ആട്രിബ്യൂട്ട്സ് ഒക്കെ നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്യണം, സ്പെസിഫൈ ചെയ്തിരിക്കണം. നമ്മളതിന് എക്സാമ്പിൾ വരുന്ന സമയത്ത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ആൻഡ് സർവീസ് സ്പെസിഫിക്കേഷൻ, മാപ്പ് ദി പ്രോസസ് ആൻഡ് ഇൻഫർമേഷൻ മോഡൽ ടു സർവീസ് ആൻഡ് ഡിഫൈൻ സർവീസ് സ്പെസിഫിക്കേഷൻസ്. അത് നമ്മൾ സർവീസസ് ആയിട്ടും പ്രോസസ് ഇൻഫർമേഷൻ മോഡലിനെ നമ്മൾ എന്തിലേക്ക്, അതായത് തൊട്ട് മുമ്പത്തെ മോഡലിനെ നമ്മൾ എന്തിലേക്ക് മാപ്പ് ചെയ്യണം, സർവീസസ് ആൻഡ് സർവീസ് സ്പെസിഫിക്കേഷനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മാപ്പ് ചെയ്യണം. ആൻഡ് നെക്സ്റ്റ് വൺ IoT ലെവൽ സ്പെസിഫിക്കേഷൻ. ഈ ഒരു മോഡൽ നമ്മൾ ഏത് IoT ലെവലാണ് എന്ന് സ്പെസിഫൈ ചെയ്തിരിക്കണം. നമ്മൾ ഡിഫറെൻറ്റ് ലെവൽസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, 1 to 6, ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്പെസിഫൈ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലെവലിനകത്ത് ഏത് ലെവലിലാണ് ഈ ഒരു IoT സിസ്റ്റം വരുന്നത് നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കണം. അപ്പം ഡിഫൈൻ ദ IoT ലെവൽ ഓഫ് ദി സിസ്റ്റം. ദെൻ ഫങ്ഷണൽ വ്യൂ സ്പെസിഫിക്കേഷൻ, മാപ്പ് ടു IoT ലെവൽ ടു ഫങ്ഷണൽ ഗ്രൂപ്പ്. ഈ IoT ലെവലിൽ നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് എന്ത് ചെയ്യണം, മാപ്പ് ചെയ്യണം. ഓപ്പറേഷണൽ വ്യൂ സ്പെസിഫിക്കേഷൻ, ഡിഫൈൻ കമ്മ്യൂണിക്കേഷൻ ഓപ്ഷൻസ്, സർവീസ് ഹോസ്റ്റിംഗ് ഓപ്ഷൻസ്, സ്റ്റോറേജ് ഓപ്ഷൻസ്, ഡിവൈസ് ഓപ്ഷൻസ്. ഇതിനകത്തൊക്കെ നമ്മൾ ഡെഫിനറ്റ് ആയിട്ടും ഏത് കമ്മ്യൂണിക്കേഷൻ ഓപ്ഷൻസ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്, ഏത് സർവീസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, സർവീസ് ഹോസ്റ്റിംഗ് ഓപ്ഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്, സ്റ്റോറേജ് ഓപ്ഷൻസ് നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്, ഏത് സെർവറാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ സ്പെസിഫൈ ചെയ്തിരിക്കണം. നയൻത്ത് വൺ ഈസ് ഡിവൈസ് ആൻഡ് കമ്പോണൻറ്റ് ഇൻറ്റഗ്രേഷൻ. ഇതൊക്കെ കൂടെ നമ്മളൊരു സിസ്റ്റമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണ് ലാസ്റ്റ് അല്ല 9th സ്റ്റെപ്പിൽ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. ഇൻറ്റഗ്രേറ്റ് ഡിവൈസ്, ഡെവലപ്പ് ആൻഡ് ഇൻറ്റഗ്രേറ്റ് ദി കമ്പോണൻറ്റ്സ്. എല്ലാ കമ്പോണൻസിനെയും സിസ്റ്റത്തിനെയും എല്ലാത്തിനെയും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു സിസ്റ്റമായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ആൻഡ് ഫൈനലി ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഈസ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ്. Develop an application to control all these devices, or develop an IoT software or web applications to control the IoT system. ഈ IoT സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷൻ, വെബ് ആപ്ലിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം, അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം. സോ ദീസ് ആർ ദി 10 ഡിഫറെൻറ്റ് സ്റ്റെപ്സ്. ഇത് നമ്മളൊരു ഹോം ഓട്ടോമേഷൻ സിസ്റ്റമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സാമ്പിളുമായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, കമ്പയർ ചെയ്ത് നമ്മൾ സ്റ്റഡി ചെയ്യുന്നു. സോ ഫസ്റ്റ് സ്റ്റെപ്പ് purpose and requirement specification. The first step in IoT system design methodology is to define the purpose and requirement of the system. പർപ്പസും റിക്വയർമെൻറ്റും എന്താണെന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനകത്ത് സ്പെസിഫൈ ചെയ്യണം. അതാണ് ഒരു IoT സിസ്റ്റം ഡിസൈൻ ചെയ്യുന്ന സമയത്തുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. ഇൻ ദിസ് സ്റ്റെപ്പ് ദ സിസ്റ്റം പർപ്പസ്, ബിഹേവിയർ ആൻഡ് റിക്വയർമെൻറ്റ്സ് സച്ച് എസ് collection requirements, data analysis requirements, system management requirements, data privacy and data security requirements, user interface requirements are captured. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇതിനകത്ത് എന്ത് ചെയ്യണം, നമ്മൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, സ്പെസിഫൈ ചെയ്യണം. എന്തൊക്കെയാണ് സ്പെസിഫൈ ചെയ്യേണ്ടത്, ബിഹേവിയർ ആൻഡ് റിക്വയർമെൻറ്റ്സ് ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, സ്പെസിഫൈ ചെയ്തിരിക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് അത് നമ്മളെ ഇതിനകത്ത് ഹോം ഓട്ടോമേഷൻ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എങ്ങനെയാണ് ഈ ബിഹേവിയറും റിക്വയർമെൻറ്റും നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എങ്ങനെയാണ് സ്പെസിഫൈ ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഹോം ഓട്ടോമേഷൻ. അപ്ലൈയിങ് ദിസ് ടു അവർ എക്സാമ്പിൾ ഓഫ് സ്മാർട്ട് ഹോം ഓട്ടോമേഷൻ സിസ്റ്റം, ദി പർപ്പസ് ആൻഡ് റിക്വയർമെൻറ്റ്സ് ഓഫ് ദിസ് സിസ്റ്റം മേ ബി ഡിസ്ക്രൈബ്ഡ് ആസ് ഫോളോസ്. എന്താണ് നമ്മുടെ പർപ്പസ് എന്ന് പറയാം,
നോക്കി നിങ്ങൾ പർപ്പസ് എന്ന് പറയാം. പർപ്പസ് എന്താ നമ്മൾ പറയും, ഹോം ഓട്ടോമേഷൻ സിസ്റ്റം ദാറ്റ് അലൗസ് കൺട്രോൾ ഓഫ് ലൈറ്റ്സ് ഇൻ എ ഹോം റിമോട്ട്ലി യൂസിങ് എ വെബ് ആപ്ലിക്കേഷൻ. ഒരു വെബ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് നമ്മുടെ വീട്ടിലുള്ള ലൈറ്റ്സിനെ എന്ത് ചെയ്യണം, കൺട്രോൾ ചെയ്യണം. ഇതാണ് നമ്മളെ പേർപ്പസ് എന്ന് പറയുന്നത്. ആൻഡ് ബിഹേവിയർ എന്താണ്, ദി ഹോം ഓട്ടോമേഷൻ സിസ്റ്റം ഷുഡ് ഹാവ് ഓട്ടോ ആൻഡ് മാനുവൽ മോഡ്സ്. രണ്ട് മോഡ് ഉണ്ടായിരിക്കും നമുക്ക്. ഒന്ന് ഓട്ടോ മോഡ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് മാനുവൽ മോഡ്. ഇൻ ഓട്ടോ മോഡ് ദി സിസ്റ്റം മെഷേഴ്സ് ദി ലൈറ്റ് ലെവൽ in the room and switches on the light when it gets dark. The manual mode, the system provides the option manually and remotely switching on and off light. ഓട്ടോമാറ്റിക് മോഡിൽ എന്താ ചെയ്യുന്നത്, റൂമിനകത്തുള്ള ലൈറ്റിൻ്റെ ഡെൻസിറ്റി അനുസരിച്ചിട്ട് ഇറ്റ് ക്യാൻ കൺട്രോൾ ഓട്ടോമാറ്റിക്കലി ഇത് ലൈറ്റ്. ഇപ്പോൾ ഡാർക്ക് ആവുന്ന സമയത്ത് എന്തായിരിക്കണം, റൂം ഭയങ്കര ഡാർക്ക് ആവുന്ന സമയത്ത് എന്തായിരിക്കണം, ലൈറ്റ് ഇൻറ്റൻസിറ്റി എന്ത് ചെയ്യണം, ഇമ്പ്രൂവ് ചെയ്യണം, ഇൻക്രീസ് ചെയ്യണം. ഇല്ലാത്ത സമയത്ത് എന്ത് ചെയ്യണം, ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കണം. ആൻഡ് ലൈറ്റ് ഇൻറ്റൻസിറ്റി ഏറ്റവും ഹൈ ആകുമ്പോൾ ഓഫ് ചെയ്യണം. മാനുവൽ കൺട്രോളിംഗ് എന്ന് പറഞ്ഞാലോ, ലൈറ്റിനെ നമുക്ക് റിമോട്ട് പ്ലേസിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റണം, ഓൺ ആൻഡ് ഓഫ് ചെയ്യാൻ പറ്റണം. അത് വിത്തൗട്ട് കൺസിഡറിങ് ദി റൂം ഇൻറ്റൻസിറ്റി. റൂമിൻ്റെ ലൈറ്റ് ഇൻറ്റൻസിറ്റി കൺസിഡർ ചെയ്യാതെ നമുക്ക് മാനുവലി റിമോട്ട് പ്ലേസിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റണം, ഓൺ ആൻഡ് ഓഫ് ചെയ്യണം. ഇനി സിസ്റ്റം മാനേജ്മെൻറ്റ് റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സിസ്റ്റം ഷുഡ് പ്രൊവൈഡ് റിമോട്ട് മോണിറ്ററിങ് ആൻഡ് കൺട്രോൾ ഫങ്ഷൻസ്. സിസ്റ്റത്തിന് എന്തുണ്ടായിരിക്കണം, റിമോട്ടിൽ ഇരുന്നിട്ട് റിമോട്ട് പ്ലേസിൽ ഇരുന്നിട്ട് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റണം. ആൻഡ് സെയിം ടൈം വി ക്യാൻ കൺട്രോൾ ദി ഫങ്ഷൻസ് ഓഫ് സച്ച് എസ് ഓൺ ആൻഡ് ഓഫ്. ഓൺ ആൻഡ് ഓഫ് ഫങ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, കൺട്രോൾ ചെയ്യാൻ പറ്റണം. ആൻഡ് ഡാറ്റ അനാലിസിസ് റിക്വയർമെൻറ്റ്. സിസ്റ്റം ഷുഡ് പെർഫോം ലോക്കൽ അനാലിസിസ് ഓഫ് ഡാറ്റ. ലോക്കലി ആണ് അനാലിസിസ് ചെയ്യുന്നത്. നമ്മൾ ഒരു ക്ലൗഡിൽ കൊണ്ടുപോയിട്ട് ഡാറ്റ സെർച്ച് ചെയ്ത് നോക്കി അവിടെ അനലൈസ് ചെയ്തിട്ട് ഒരു റിസൾട്ട് നമ്മൾ എടുത്തിട്ട് അത് അനലൈസ് ചെയ്ത് റിസൾട്ട് കിട്ടിയതിന് ശേഷം നമ്മൾ ഒരു ആക്ഷൻ ടേക്സ് പ്ലേസ് ചെയ്യുമെന്നല്ല ചെയ്യുന്നത്. നമ്മൾ ലോക്കലി നമ്മൾ ഓൺ ആണോ ഓഫ് ആണോ നോക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഓൺ ആണെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്യാം, ഓഫ് ആണെന്നുണ്ടെങ്കിൽ ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൺ ചെയ്യും. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഡാറ്റ അനാലിസിസ് റിക്വയർമെൻറ്റ്. ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് റിക്വയർമെൻറ്റ്സ്. ആപ്ലിക്കേഷൻ ഷുഡ് ബി ഡിപ്ലോയ്ഡ് ലോക്കലി ഓൺ ദി ഡിവൈസ് ബട്ട് ഇറ്റ് ഷുഡ് ബി ആക്സസിബിൾ റിമോട്ട്ലി. നമുക്ക് ഒരു ലോക്കൽ ആപ്ലിക്കേഷൻസ് ആണ്, അത് ക്ലൗഡിനകത്തൊന്നും കൊണ്ടുവിടേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് നമ്മളെ വീട്ടിലെ ലൈറ്റും എന്ത് ചെയ്യണം, റിമോട്ട്ലി കൺട്രോൾ ചെയ്യാൻ പറ്റണം. അകത്തിരുന്നിട്ടല്ല, നമുക്ക് വെളിയിൽ ഇരുന്നിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റണം. സോ ദി സിസ്റ്റം ഷുഡ് ബിക്കം IoT. അതുകൊണ്ടാണ് നമ്മൾ സിസ്റ്റം എന്തായി മാറുന്നത്, IoT സിസ്റ്റമായിട്ട് മാറുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ, സെക്യൂരിറ്റി റിക്വയർമെൻറ്റ്. ദി സിസ്റ്റം ഷുഡ് ഹാവ് എ ബേസിക് യൂസർ ഓതൻറ്റിക്കേഷൻ കപ്പാസിറ്റി. അതായത് ആർക്കും എന്ത് ചെയ്യാൻ പാടില്ല, വീട്ടിലെ സിസ്റ്റം കാണുന്ന ചങ്ങാതിമാർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ യൂസറിനെ എന്ത് ചെയ്യണം, ഓതൻറ്റിക്കേറ്റ് ചെയ്യണം. യൂസർ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അയാൾക്ക് മാത്രമേ എന്ത് കൊടുക്കാൻ പറ്റുള്ളൂ, ഈ ഓൺ ആൻഡ് ഓഫും മോണിറ്ററിങ് ഒക്കെയുള്ള ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, so this is the first step involved in the design methodology. ഡിസൈൻ മെത്തഡോളജിക്കകത്തുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇത്. ഓക്കെ, ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ദി പ്രോസസ് സ്പെസിഫിക്കേഷൻ. the second step in the IoT system methodology is to define the process specifications. In this step, the use case of the IoT systems are formally described based on derived from the purpose and requirement specification. Purpose and requirement specification ആകുന്ന കിട്ടിയിരിക്കുന്ന സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യണം, അതിൻ്റെ ബിഹേവിയർ അതിൻ്റെ വർക്കിംഗ് നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്തിരിക്കണം. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഹോം ഓട്ടോമേഷൻ സിസ്റ്റത്തിൻ്റെ കേസിൽ നമുക്ക് നോക്കാം. ഇതാണ് നമ്മൾ അതിൻ്റെ യൂസ് കേസ് മോഡൽ എന്ന് പറയുന്നത്. യൂസ് കേസ് മോഡലിനകത്ത് ഇവിടെ നോക്കിയാൽ ഈ സിസ്റ്റം ഹോം ഓട്ടോമേഷൻ്റെ കേസിൽ നമുക്ക് എന്തുണ്ട്, രണ്ട് മോഡുണ്ട്, ഓട്ടോ ആൻഡ് മാനുവൽ അല്ലേ. പ്രോസസ് ഫ്ലോ ആണ് ആക്ച്വലി ഇത് കാണിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും ആൻഡ് ഇവിടെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും ഇഫ് ഇറ്റ് ഈസ് എൻ ഓട്ടോ മോഡ് ഓർ മാനുവൽ മോഡ്. ഓട്ടോ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഓട്ടോമാറ്റിക്കലി ലൈറ്റ് ഇവിടെ വരും, ഈ ഒരു ബ്രാഞ്ചിലേക്ക് വരും. ലൈറ്റ് ലെവൽ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്ത് നോക്കും. ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എന്ത് ചെയ്യണം, ലൈറ്റ് ലെവൽ ലോ ആണെങ്കിൽ എന്ത് ചെയ്യണം, സ്ട്രേറ്റ് ഓൺ ആക്കി വെക്കണം, ലൈറ്റ് ഓൺ ചെയ്യണം. ലൈറ്റ് ലെവൽ ഹൈ ആണെങ്കിൽ എന്ത് ചെയ്യണം, ഓഫ് ചെയ്യണം. ഇതാണ് ഓട്ടോമാറ്റിക്കലി ഉള്ള ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ. ഇത് മാനുവലി ഉള്ള ഫങ്ഷൻ എന്താ, ഇവിടെ ലൈറ്റ് സ്റ്റേറ്റ് നമ്മൾ നോക്കും, ലൈറ്റ് ഓൺ ആണോ ഓഫ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കും. ഓൺ ആണെന്നുണ്ടെങ്കിൽ ഓഫ് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യും, ഓഫ് ചെയ്യും. ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് അതേ സ്റ്റേറ്റിൽ നിൽക്കും. സ്റ്റേറ്റ് ഓൺ ആണെന്നുണ്ടെങ്കിൽ ഓൺ എന്നെല്ലാം മോണിറ്റർ ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്യും. അത് മാനുവലിയാണ്, റിമോട്ട് പ്ലേസിൽ ഇരുന്നിട്ട് കൺട്രോൾ ചെയ്യാം. സോ ദിസ് ഈസ് ദി യൂസ് കേസ് മോഡൽ ഓഫ് ഇതിൻ്റെ
ഹോം ഓട്ടോമേഷൻ സിസ്റ്റം. മനസ്സിലായില്ലേ? അപ്പോൾ സെക്കൻഡ് സ്പെസിഫിക്കേഷൻ ഇതാണ്, സെക്കൻഡ് സ്റ്റെപ്പ് ഇതാണ്. ആൻഡ് വാട്ട് ഇസ് ദിസ് തേർഡ് സ്റ്റെപ്പ്? So domain model specification. In the third step, we should define the domain model. The domain model describes the main concepts, entities and objects. Entities and objects ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനകത്ത് ഡിഫൈൻ ചെയ്യണം or ഡിസൈൻ ചെയ്യണം. Domain model defines the attributes of the object and relationship between the objects. ഓരോ ഒബ്ജക്റ്റിൻ്റെയും ആട്രിബ്യൂട്ട്സ് എന്താണെന്നും അതിൻ്റെ റിലേഷൻഷിപ്പ് എന്താണെന്നും ഒബ്ജക്ട്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നും നമ്മൾ എന്ത് ചെയ്യണം, സ്പെസിഫൈ ചെയ്തിരിക്കണം. Domain model provides abstract representation of the concept, object and entities in the IoT domain, independent of any specific technology or platform. പ്ലാറ്റ്ഫോം ഏതാണെന്നോ ടെക്നോളജി ഏതാണെന്നോ നമ്മൾ സ്പെസിഫൈ ചെയ്യാതെ ഓരോന്നിനകത്തും ഏതൊക്കെ എൻറ്റിറ്റീസ് ഉണ്ടായിരിക്കണം, ആ എൻറ്റിറ്റീസ് തമ്മിൽ എങ്ങനെയായിരിക്കണം റിലേഷൻസ് എന്നുള്ള ഒരു അബ്സ്ട്രാക്ട് ഡെഫിനിഷൻ ഉണ്ടായിരിക്കണം ഏതിനകത്ത്, ഡൊമൈൻ മോഡൽ സ്പെസിഫിക്കേഷനകത്ത്. ഇത് ഡൊമൈൻ മോഡൽ ദ IoT സിസ്റ്റം ഡിസൈനർ ക്യാൻ get an understanding of IoT domain for which the system is to be designed. അപ്പം ഇത് കണ്ടു കഴിഞ്ഞാൽ IoT ഡിസൈനർക്ക് എന്ത് മനസ്സിലാവും, എങ്ങനെ ഡിസൈൻ ചെയ്യണം, ഏതൊരു ഡൊമൈൻ യൂസ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്യണമെന്ന് അയാൾക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഡൊമൈൻ മോഡൽ സ്പെസിഫിക്കേഷനകത്ത് നമുക്ക് നമ്മളെന്താ ചെയ്യുന്നത്, അത് നോർമലി ഏത് പ്ലാറ്റ്ഫോമാണോ ഏത് ടെക്നോളജിയാണോ യൂസ് ചെയ്യാന്ന് സ്പെസിഫൈ ചെയ്യാതെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സിസ്റ്റം ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഹോം ഓട്ടോമേഷൻ സിസ്റ്റത്തിനകത്ത് ഇത് എങ്ങനെയായിരിക്കും നോക്കാം നമുക്ക്. ഇതിനകത്ത് ഡൊമൈൻ മോഡൽ സ്പെസിഫിക്കേഷനകത്താണ്. അപ്പോൾ ഇവിടെ നോക്കി നോക്കും നിങ്ങൾ, ഇരുന്നിട്ട് ഇവിടെ കണ്ടില്ല, ഓരോ ബോക്സിനകത്ത് നമ്മൾ അതിൻ്റെ ടൈപ്പ് എന്താ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാകും, അതിൻ്റെ ചോടെയാണ് കമ്പോണൻ്റ് എന്താണ് നമ്മൾ അതിനകത്തുള്ള ഇതെന്താണ് നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാകും. മനസ്സിലായോ? ടൈപ്പ് ആദ്യം സ്പെസിഫൈ, ഓരോന്നിൻ്റെ മേലെയും ടൈപ്പ് എന്താണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാകും. ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇതിനകത്ത് യൂസർ എന്ന് പറഞ്ഞ ഒരു എൻറ്റിറ്റി ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് യൂസർ എന്ത് ചെയ്യുന്നു, ഇതാണ് ആക്ച്വലി നമ്മൾ യൂസ് ചെയ്യുന്ന ആക്റ്റീവ് ഡിജിറ്റൽ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ സാധനം ഇതാണ്. ഈ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യാൻ പറ്റും, ഹ്യൂമൻ യൂസറിന് എന്ത് ചെയ്യാൻ പറ്റും, ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ആ യൂസർ ഇൻ്റർഫേസ് ആരാ എക്സ്പോസ് ചെയ്യുന്നുണ്ട്, സർവീസ് എന്ന് പറഞ്ഞ സാധനം, എന്തൊക്കെ സർവീസ് ഓൺ ആൻഡ് ഓഫ് മാനുവൽ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം യൂസർ ഇൻ്റർഫേസ് വഴിയാണ് ആക്ച്വലി ആർക്ക് ഇതിനകത്ത് കൺട്രോൾ ചെയ്യാനും മോണിറ്റർ ചെയ്യാനും പറ്റുന്നത്, യൂസറിന് എൻ്റർ ചെയ്യാൻ പറ്റുന്നത്. ഒരു ആപ്പ് യൂസ് ചെയ്തിട്ടാണ് ആക്ച്വലി ഇവിടെ നമ്മൾ ചെയ്യുന്നത്. അപ്പം എക്സ്പോസ് ചെയ്യുന്ന എന്തൊക്കെയാണ്, ഇതിൻ്റെ റിസോഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പോസ് ചെയ്യാൻ പറ്റും. നെറ്റ്വർക്ക് റിസോഴ്സസ്, പിന്നെ ഓൺ ഡിവൈസ് റിസോഴ്സസ്. ഇതിനകത്ത് നമുക്ക് നെറ്റ്വർക്കിനകത്തുള്ള ഡിവൈസസ് ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ സിസ്റ്റം ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള സിസ്റ്റമാണ്. കൂടുതൽ ഫെസിലിറ്റീസ് ഒന്നുമില്ല. നമ്മൾ IoT സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു റൂമിനകത്തുള്ള കമ്പോണൻസ് മാത്രമേ നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇൻ്റർനെറ്റിനകത്തേക്ക് പോയിട്ട് വേറൊരു സ്ഥലത്തുള്ള ഒരു സാധനം നമുക്ക് എന്ത് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല, സെർച്ച് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. അത് സിമ്പിളായിട്ടുള്ളൊരു സിസ്റ്റം ആയതുകൊണ്ട് റിസോഴ്സ് ഓൺ ഡിവൈസ് റിസോഴ്സ് മാത്രമേ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. ഇവിടെ നോക്കും ഡിവൈസസ് എന്തൊക്കെയാണെന്ന് നോക്കിയേക്കുന്നില്ല. ഡിവൈസസ് എന്ന് പറയുന്നത് മൈക്രോ കൺട്രോളറാണ്. ആ മൈക്രോ കൺട്രോളറിൻ്റെ കൂടെ എന്തൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ഒരു സെൻസർ എന്ന് പറഞ്ഞാൽ LDR ആണ്, പിന്നെ ആക്ച്വേറ്ററും. ഇപ്പോൾ ലൈറ്റ് ഓൺ ആൻഡ് ഓഫ് ചെയ്യുന്നത് ഒരു റിലേ ആണ്, ആക്ച്വേറ്ററിന് തന്നെ ഇവിടെ റിലേ ആണ് അത് യൂസ് ചെയ്യുന്നത്. ഈ LDR എവിടത്തേക്കാണ് നമ്മൾ, ഇതിനകത്ത് രണ്ട് എൻറ്റിറ്റീസ് ഉണ്ട് കേട്ടോ. ഒന്ന് ഫിസിക്കൽ എൻറ്റിറ്റിയും ഒന്ന് വെർച്വൽ എൻറ്റിറ്റിയും. ഏതൊക്കെ എൻറ്റിറ്റീസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, റൂം എന്ന് പറഞ്ഞ ഒരു എൻറ്റിറ്റിയാണ്. അതുപോലെ തന്നെ അപ്ലയൻസ് എന്ന് പറയാം, ഇവിടെ ലൈറ്റ് എന്ന് പറഞ്ഞ സാധനം എന്താണ്, മറ്റൊരു ഫിസിക്കൽ എൻറ്റിറ്റിയാണ്. ഈ ഫിസിക്കൽ എൻറ്റിറ്റീസിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടായിരിക്കും, സെയിം ആയിട്ടൊരു വെർച്വൽ എൻറ്റിറ്റി ഉണ്ടായിരിക്കും. അതായത് ഫിസിക്കൽ റൂമിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വെർച്വൽ എൻറ്റിറ്റി ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഫിസിക്കൽ അപ്ലയൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വെർച്വൽ എൻറ്റിറ്റി ഉണ്ടായിരിക്കും, വെർച്വൽ അപ്ലയൻസ് ഉണ്ടായിരിക്കും. അത് നമ്മൾ കണക്ട് ചെയ്യുന്നതും അങ്ങോട്ടേക്ക് തന്നെയാണ്, സർവീസസിനകത്തേക്കും ആപ്പിനകത്തേക്കും തന്നെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ആപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആക്ച്വലി ഈ എൻറ്റിറ്റീസിനൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ഇവിടെ നോക്കി നിങ്ങൾ LDR എന്ന് പറഞ്ഞ സാധനം എവിടെയാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്, ഫിസിക്കൽ എൻറ്റിറ്റി ആയിട്ടുള്ള റൂമിനകത്താണ് കണക്ട് ചെയ്യുന്നത്. റൂമിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള LDR ആണ് ആക്ച്വലി എന്ത് സെൻസ് ചെയ്യുന്നത്, അതിൻ്റെ ലൈറ്റ് ഇൻറ്റൻസിറ്റി സെൻസ് ചെയ്യുന്നത്. ലൈറ്റ് ഇൻറ്റൻസിറ്റി സെറ്റ് ചെയ്തിട്ട് ആ റൂമിലുള്ള അപ്ലയൻസ് ആയിട്ടുള്ള ലൈറ്റിനെയാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. സോ റിലേ എന്ന് പറഞ്ഞ സാധനം യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓൺ ആൻഡ് ഓഫ് തന്നെ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. അപ്പം ആക്ച്വേറ്റർ എന്ന് പറഞ്ഞ സാധനം ആക്ച്വലി റിലേ ആണ്.
ആ റിലേ യൂസ് ചെയ്തിട്ട് കൺട്രോൾ ചെയ്യുന്നത് ഏത് എൻറ്റിറ്റീനെയാണ്? അപ്ലയൻസ് എന്ന് പറഞ്ഞ എൻറ്റിറ്റീനെയാണ്. ഈ ഒരു സ്പെസിഫിക്കേഷനാണ് ആക്ച്വലി എന്ത് പറയുന്നത്, ഡൊമൈൻ മോഡൽ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. ഈ സ്പെസിഫിക്കേഷനകത്ത് ഏത് ടെക്നോളജിയാണ് എന്താണ് എന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നില്ല. നമ്മൾ എന്ത് സ്പെസിഫൈ ചെയ്യുന്നുള്ളൂ, ഇതിൻ്റെ ഒരു വർക്കിംഗ് മോഡൽ എങ്ങനെയാണ് ഓരോ ഇതും തമ്മിൽ കണക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. സോ തേർഡ് സ്റ്റെപ്പ് ഈസ് ഡൊമൈൻ മോഡൽ സ്പെസിഫിക്കേഷൻസ്. ആൻഡ് fourth step is information model specification. Fourth step in the IoT design methodology is to define the information model. Information model defines the structure of all information in IoT system. For example, attributes of the virtual entities, relationship of the virtual entities, etc. Information model does not describe the specific of how the information is represented or stored. ഇതിനകത്ത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് എന്ത് ചെയ്യില്ല, എങ്ങനെയാണെന്ന് സ്പെസിഫൈ പറയേണ്ട കാര്യമില്ല. ഓരോ ഇൻഫർമേഷൻസും എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്, എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ള സ്റ്റോർ ചെയ്യുന്നു എന്നുള്ള സ്പെസിഫൈ ചെയ്താൽ മതി. എങ്ങനെ സ്റ്റോർ ചെയ്യുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഡാറ്റ വിഡ്ത്ത് എന്താണ്, ഡാറ്റ പാത്ത് എന്താണെന്നൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട, സ്പെസിഫൈ ചെയ്യേണ്ട കാര്യമില്ല. ടു ഡിഫൈൻ ദി ഇൻഫർമേഷൻ മോഡൽ വി ഫസ്റ്റ് ലിസ്റ്റ് ദി വെർച്വൽ എൻറ്റിറ്റീസ് ഡിഫൈൻഡ് ഇൻ ദി ഡൊമൈൻ മോഡൽ. എന്തൊക്കെയാണ് ഡിഫൈൻ വെർച്വൽ എൻറ്റിറ്റീസ് എന്നുള്ള ആദ്യം എന്ത് ചെയ്യണം, ലിസ്റ്റ് ഔട്ട് ചെയ്യണം. Information model adds more details of the virtual entities by defining their attributes and relationship. ഇപ്പോൾ വെർച്വൽ എൻറ്റിറ്റീസ് ആണ് നമ്മൾ ഇനിയുള്ള പ്രോഗ്രാമിനകത്തും നമ്മളെ ബാക്കിയുള്ള കാര്യത്തിനകത്തും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫിസിക്കൽ എൻറ്റിറ്റീസ് എന്ന് പറയുന്ന സാധനം ആക്ച്വലി നമ്മൾ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനകത്ത് ഉണ്ടെങ്കിലും ഇനിയുള്ള സോഫ്റ്റ്വെയറിനകത്തേക്കാണെങ്കിലും ഹാർഡ്വെയറിനകത്തേക്കൊക്കെ യൂസ് ചെയ്യുന്ന എൻറ്റിറ്റീസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതെന്തായിരിക്കും, വെർച്വൽ എൻറ്റിറ്റീസ് ആയിരിക്കും. ഇനി നമ്മുടെ സിസ്റ്റത്തിനകത്ത്, അതായത് എക്സാമ്പിളിനകത്ത് എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഇൻഫർമേഷൻ മോഡൽ എന്ന് പറയുന്നത് വെർച്വൽ എൻറ്റിറ്റീസ് ആണ് നമ്മളിവിടെ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. നമ്മൾ പറഞ്ഞിട്ടില്ല ഇതിനകത്ത് വെർച്വൽ എൻറ്റിറ്റീസിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് സ്പെസിഫൈ ചെയ്യുന്നു. വെർച്വൽ എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ റൂമും ഇവിടെ ലൈറ്റ് അപ്ലയൻസസും ആണുള്ളത്. ഇത് രണ്ടും അതിനകത്താണ് ഉണ്ടാകുന്നത്, റൂമിനകത്താണ് ഉണ്ടാകുന്നത്. ആട്രിബ്യൂട്ട്സ്, ഇത് ചെക്ക് ചെയ്ത് വെക്കുന്ന സാധനം എന്താണ്, അതായത് റൂമിനകത്ത് എന്താണ് നമ്മൾ ചെക്ക് ചെയ്ത് വെക്കുന്നത്, ലൈറ്റ് ലെവലാണ് നമ്മൾ ചെക്ക് ചെയ്ത് വെക്കുന്നത്. രണ്ട് ലെവലുണ്ട്, ഹൈ ലെവൽ ആൻഡ് ലോ ലെവൽ, ഹൈ ലെവൽ ആൻഡ് ലോ ലെവൽ. ഇനി ഇതിൻ്റെ ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണത്, അതിന് ടൈപ്പൊക്കെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. എൻറ്റിറ്റി ടൈപ്പ് റൂമാണ്, ID room 1. എൻറ്റിറ്റി ടൈപ്പ് അപ്ലയൻസ് എന്നാണ് ഇതിനകത്ത് സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. ID ലൈറ്റ് 1. റൂം ID, ഇത് റൂമിനകത്താണെന്നുള്ളതുകൊണ്ട് റൂം ID നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്, റൂം 1. റൂം 1-നകത്തുള്ള ലൈറ്റ് 1 എന്ന് പറഞ്ഞ ID ആണ് ആക്ച്വലി ഒരു ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പെസിഫൈ ചെയ്തത്. അതിൻ്റെ ആട്രിബ്യൂട്ട്സ് എന്താണെന്നൊക്കെ, ആട്രിബ്യൂട്ട്സ് ടൈം ലൈറ്റ് സ്റ്റേറ്റ്, ആട്രിബ്യൂട്ട്സ് ടൈപ്പ് സ്റ്റേറ്റ്, ഇങ്ങനെയൊക്കെ നമ്മൾ പ്രോഗ്രാമിനകത്ത് ഇനി യൂസ് ചെയ്യാം. ഇതിൻ്റെ രണ്ട് സ്റ്റേറ്റാണ് ഓൺ ആൻഡ് ഓഫ് എന്നല്ല, ലൈറ്റിന് രണ്ട് സ്റ്റേറ്റേ ഉള്ളൂ. ഒന്നിക്ക് ഓൺ ആയിരിക്കും അല്ലെങ്കിൽ എന്തായിരിക്കും, അത് ഓഫ് ആയിരിക്കും. ഓൺ ആൻഡ് ഓഫ് എന്ന് പറഞ്ഞാൽ രണ്ട് സ്റ്റേറ്റ്. അപ്പോൾ ഈ ഒരു സ്പെസിഫിക്കേഷനാണ് നമ്മൾ എന്താ പറയുന്നത്, ഇൻഫർമേഷൻ മോഡൽ സ്പെസിഫിക്കേഷൻ. ഇതിനകത്ത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വെർച്വൽ എൻറ്റിറ്റീസിനെയാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് service specification. Fifth step is the design methodology is to define the service specifications. Service specification defines the service in the IoT system. Service type, service input output, service endpoint, service schedule, service preconditions and service effects. ഇപ്പോൾ സർവീസസിൻ്റെ ഡീറ്റെയിൽസ് ആണ് ആക്ച്വലി നമ്മൾ എന്തിനകത്ത് സ്പെസിഫൈ ചെയ്യുന്നത്, ഫിഫ്ത്ത് സ്റ്റെപ്പിൽ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. നമുക്ക് നോക്കാം നമ്മുടെ ഹോം ഓട്ടോമേഷൻസിനകത്ത് അതെങ്ങനെയാണ് സ്പെസിഫിക്കേഷൻ വരുന്നത് നോക്കാം. ഇതിനകത്ത് 3 ടൈപ്പ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കി നിങ്ങൾ ഇത് പ്രോസസ് സ്പെസിഫിക്കേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഫർമേഷൻ മോഡലും ഇതിനകത്ത് രണ്ടും കൂടെ യൂസ് ചെയ്തിട്ടാണ് ആക്ച്വലി നമ്മൾ സർവീസ് സ്പെസിഫിക്കേഷൻ എന്ന സാധനം നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മൂന്ന് ടൈപ്പ് സർവീസസ് നമ്മളിവിടെ ഓഫർ ചെയ്യുന്നുണ്ട്. ഒന്ന് മോഡ് എന്ന് പറയുന്ന സാധനം. മോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഓട്ടോ ആൻഡ് മാനുവൽ മോഡ്. ഫസ്റ്റ് സെറ്റ്സ് മോഡ് ടു ഓട്ടോ ഓർ മാനുവൽ ടു റിട്രീവ് കറണ്ട് മോഡ്. രണ്ട് മോഡ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്, ഓട്ടോ ആൻഡ് മാനുവൽ മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഏത് മോഡാണ് അറ്റ് പ്രസൻറ്റ് ഉള്ളത്, ആ മോഡിനകത്ത് നിന്ന് മറ്റേ മോഡിലേക്ക് എങ്ങനെ സ്വിച്ച് ചെയ്യണം എന്നുള്ള സർവീസസ്.
അതാണ് ആക്ച്വലി ഒരു സർവീസ് എന്ന് പറയുന്നത്. സെക്കൻഡ് സർവീസ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഓഫ് ദി ലൈറ്റ് സെറ്റ്സ് ദി ലൈറ്റ് അപ്ലയൻസസ് സ്റ്റേറ്റ് ടു ഓൺ ആൻഡ് ഓഫ് ഓർ റിട്രീവ് ദി കറണ്ട് ലൈറ്റ് സ്റ്റേറ്റ്. നമുക്ക് ഒന്നുകിൽ ചേഞ്ച് ചെയ്യാൻ പറ്റണം ഈ സ്റ്റേറ്റ്, അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിലാണ് ഇപ്പോൾ ലൈറ്റ് ഉള്ളതെന്ന് സ്പെസിഫൈ ചെയ്യാൻ പറ്റണം. ആൻഡ് തേർഡ് സർവീസ് ഇസ് കൺട്രോൾ സർവീസ്. ഇൻ ഓട്ടോ മോഡ് കുറച്ചും കൂടെ ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് കാണാം. Control service. In auto mode, the controller service monitor the light level and switches the light on and off and updates the status in the status database. ഓരോ സെക്കൻഡ്സിലും എത്ര സെക്കൻഡ്സിനുള്ളിൽ ഇതിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണമെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാം. ഇൻ മാനുവൽ മോഡ്, കൺട്രോളർ സർവീസ് റിട്രീവ്സ് ദി കറണ്ട് സ്റ്റേറ്റ് ഫ്രം ദി ഡാറ്റാബേസ് ആൻഡ് സ്വിച്ചസ് ദി ലൈറ്റ് ഓൺ ആൻഡ് ഓഫ്. അപ്പം മാനുവൽ മോഡിൽ എന്താ ചെയ്യുന്നത്, അറ്റ് പ്രസൻറ്റ് ഡാറ്റാബേസിനകത്തുള്ള സ്റ്റേറ്റ് എന്താണോ ആ സ്റ്റേറ്റിനകത്ത് ഇപ്പോൾ സ്വിച്ച് ചെയ്യണോ വേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യാൻ പറ്റും. സോ ദീസ് ആർ ദി 3 different services provided by this IoT system home automations. ഏതൊക്കെയാണ്? ഒന്ന് controller service, state service and mode service. So these are the 3 different services provided by this IoT system. എക്സാമ്പിളിനകത്താണ്, വേറെ ഓരോ സിസ്റ്റം ഡിഫൈൻ ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് സർവീസസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് 6th one. ഇതിനെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓരോ സർവീസും എന്താണെന്ന് ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ സർവീസസ്, ഇവിടെ നെയിം എന്താ, കൺട്രോളർ സർവീസസിനകത്ത് എന്താണ് നമ്മൾ പറഞ്ഞ ഒരു ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും ഉണ്ട്. ഓട്ടോ ആൻഡ് മാനുവൽ. ഓൺ ആൻഡ് ഓഫ് സ്റ്റേറ്റ് എന്താണ്, ഓൺ ആൻഡ് ഓഫ് ചെയ്യാം. ഇവിടെ അതേപോലെ തന്നെ ഓൺ ആൻഡ് ഓഫ് എന്ന് പറഞ്ഞ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഷെഡ്യൂൾ എവറി 5 സെക്കൻഡിൽ ഇത് എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം, അത് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ഇവിടെ അതേപോലെ തന്നെ സർവീസസ് നെയിം സ്റ്റേറ്റ് എന്ന് പറഞ്ഞ സർവീസസ്, ഇത് ടൈപ്പ് റെസ്റ്റ് എന്ന് പറഞ്ഞ സർവീസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടോക്കോൾ യൂസ് ചെയ്തിട്ടാണ് ആക്ച്വലി നമ്മൾ പെർഫോം ചെയ്യുന്നത്. ഇവിടെ എൻ പോയിൻറ്റ് ഹോം സ്റ്റേറ്റ് പ്രോട്ടോക്കോൾ HTTP പ്രോട്ടോക്കോൾ യൂസ് ചെയ്തിട്ടാണ് ആക്ച്വലി ഇവിടെ പെർഫോം ചെയ്യുന്നത്. ഇൻപുട്ട് ഇവിടെ അതേപോലെ തന്നെ ഓൺ ആൻഡ് ഓഫ് എന്ന് പറഞ്ഞ സിസ്റ്റം ലൈറ്റ് ഓൺ ആൻഡ് ഓഫ്, ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ലൈറ്റിനെ ഓഫ് ചെയ്യുകയും ഓൺ ചെയ്യുകയും ചെയ്യും. സർവീസസ് മോഡ് 2 മോഡാണ്, ഓട്ടോ ആൻഡ് മാനുവൽ. ഇൻപുട്ട് എന്താ ചെക്ക് ചെയ്ത് നോക്കുന്നത്, ഓട്ടോ ആണോ മാനുവൽ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കും. ഔട്ട്പുട്ട് എന്ത് ചെയ്യണം, നമുക്ക് മോഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ്. എൻഡ് പോയിന്റ് ഇവിടെയും എന്താണ്, HTTP സർവീസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് സെർച്ച് ചെയ്ത് വെക്കുന്നത്. ഡാറ്റാബേസിനകത്ത് എന്ത് ചെയ്യണം, അറ്റ് പ്രസൻറ്റ് ഉള്ള മോഡ് ഏതാണെന്ന് ചെക്ക് ചെയ്ത് വെക്കണം. എന്നിട്ട് മോഡ് ചേഞ്ച് ചെയ്യാനുള്ള ഇൻപുട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, മോഡ് ചേഞ്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ 3 സർവീസസാണ് ആക്ച്വലി ഏതിനകത്തുള്ളത്, ഈ ഒരു എക്സാമ്പിളിനകത്തുള്ളത്. നെക്സ്റ്റ് sixth level of IoT design methodology is to define IoT level for the system. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് സ്പെസിഫൈ ചെയ്തിരിക്കണം, സിസ്റ്റത്തിൻ്റെ ലെവൽ ഏതാണെന്ന് സ്പെസിഫൈ ചെയ്തിരിക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് 1 to 6 ഡിഫറെൻറ്റ് ലെവൽസ് പഠിച്ചിട്ടുണ്ട്. ഓരോന്നിനെ എങ്ങനെയായിരിക്കും അതിൻ്റെ മോഡൽ നമ്മൾ അന്ന് സ്പെസിഫൈ ചെയ്തിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് നോക്കാം IoT ഹോം ഓട്ടോമേഷൻ സിസ്റ്റത്തിനകത്ത് ഏത് ലെവലാണെന്ന് നോക്കാം. ഇവിടെ നമുക്കറിയാം ഇതിനകത്ത് ക്ലൗഡ് യൂസ് ചെയ്യുന്നില്ല, ഒരു മോണിറ്ററിങ് നോട്ട്സ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, ഒരു സെൻസർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, ഒരു ആക്ച്വേറ്റർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരേപോലത്തെ സെൻസേഴ്സ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഒരു ആക്ച്വേറ്റർ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് ലോക്കലി ആണ്. അപ്പോൾ ക്ലൗഡ് എന്ന് പറഞ്ഞ ഒരു പോർഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, യൂസ് ചെയ്യുന്ന പോലും ഇല്ല. അപ്പോൾ നമുക്ക് അറിയാം കൃത്യമായിട്ട് ഇത് ലെവൽ 1 ആണെന്ന് അറിയാൻ പറ്റും. ഇവിടെ നോക്കിയാൽ ഒരു ഡിവൈസ്, ഒരു റിസോഴ്സ്, കൺട്രോൾ ഡിവൈസസ് വന്നിട്ടുണ്ട്. ഡാറ്റാബേസിനകത്തേക്ക് ലോക്കലിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. റെസ്റ്റ് എന്ന് പറഞ്ഞ സർവീസ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് കൺട്രോൾ ചെയ്യുന്നത്. ആപ്ലിക്കേഷൻസോ അത് ലോക്കലി സ്റ്റോറാണ്, ലോക്കൽ വെബ് സർവീസിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള സിസ്റ്റം ആയിരിക്കണം.
സോ ഇറ്റ്സ് എ ലെവൽ 1 സിസ്റ്റം ആയിരിക്കും ഇത്. അപ്പം ഏത് ലെവലാണെന്ന് സ്പെസിഫൈ ചെയ്തിരിക്കണം. മനസ്സിലായില്ലേ? പിന്നെ 7th step is functional view specification. The 7th step in the IoT system methodology is to define functional view. Functional view defines the function of the IoT system grouped into various functional groups. Each functional group either provides a functionalities for interacting with instance of concepts defined in the domain model or provides information related to this concept. നമ്മളിവിടെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ ഇപ്പം നമ്മൾ ഏത് ലെവലാണ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടോ അതിനകത്ത് യൂസ് ചെയ്യുന്ന ഓരോ ഫങ്ഷനിലും ഓരോ ബ്ലോക്കും നമ്മുടെ ഫങ്ഷണൽ ബ്ലോക്കിനകത്ത്, ഫങ്ഷണൽ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഫങ്ഷൻസ് നമ്മൾ ഒരു ബേസിക് ആർക്കിടെക്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് 4 ഡിഫറെൻറ്റ് സ്റ്റെപ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഓരോന്നിനെയും ഓരോരോ ഫങ്ഷൻ ബ്ലോക്കായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ആ ഫങ്ഷണൽ ഗ്രൂപ്പിനകത്ത് ഏതാണ് അതിനകത്തേക്ക് നമ്മൾ മാപ്പ് ചെയ്യുകയാണ് ആക്ച്വലി ചെയ്യുന്നത്. കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, നമ്മൾ ആപ്ലിക്കേഷൻസ് ഏതാണ്, ആപ്ലിക്കേഷൻസ് എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇങ്ങനെ നോക്കുന്ന സമയത്ത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷേ അത് നിങ്ങൾ വലിയ കാര്യമാക്കണ്ട. ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇതാണ് നമ്മളെ ബേസിക് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അതിനകത്ത് 4 ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. ഒന്ന് ഡിവൈസ്, ഒന്ന് കമ്മ്യൂണിക്കേഷൻ ആൻഡ് സർവീസസ് ആൻഡ് ലാസ്റ്റ് ആപ്ലിക്കേഷൻസ്. അപ്പം നമ്മളെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മളെ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ. ഇപ്പം നമ്മൾ പഠിച്ചിട്ടേ ഉള്ളൂ ലെവൽ 1 എന്ന് പറഞ്ഞാൽ. ഈ ലെവൽ 1 ആപ്ലിക്കേഷന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ഫങ്ഷൻ ബ്ലോക്കുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മാപ്പ് ചെയ്യുന്നു. ഓരോ ഫങ്ഷൻ ബ്ലോക്കുമായിട്ട് നമ്മൾ മാപ്പ് ചെയ്യുന്നു. ഇവിടെ ഡിവൈസസ് എന്ന് പറയുന്ന സാധനം ഫസ്റ്റ് നോക്കിയ ഡിവൈസ് എന്നാണ്. ഈ ഡിവൈസ് എന്ന് പറയുന്ന സാധനം നമുക്കറിയാം സെൻസറും എന്താണ് യൂസ് ചെയ്യുന്നത്, ആക്ച്വേറ്റേഴ്സുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങോട്ട് ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഈ ഫങ്ഷണൽ ഗ്രൂപ്പിലേക്ക് എന്ത് ചെയ്യുന്നു, മാപ്പ് ചെയ്യുന്നു. പിന്നെ ഇതിൻ്റെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് ഈ 2 എന്തുണ്ട്, ഈ 4 ഫങ്ഷണൽ ഗ്രൂപ്പും പിന്നെ 2 പില്ലേഴ്സ് കാണാം നിങ്ങൾക്ക് ഇവിടെ, മാനേജ്മെൻറ്റ്, സെക്യൂരിറ്റി പില്ലേഴ്സ്. മാനേജ്മെൻറ്റ് ഗ്രൂപ്പും ഒരു സെക്യൂരിറ്റി എന്ന് പറയുന്ന സംഭവം. ഈ 2 പില്ലേഴ്സ് അതിനകത്ത് അതായത് ഈ 4 ഫങ്ഷണൽ ഗ്രൂപ്പ് കൂടാതെ തന്നെ 2 പില്ലേഴ്സ് കൂടെ കാണാം, ഒരു മാനേജ്മെൻറ്റ് പില്ലറും ഒരു സെക്യൂരിറ്റി പില്ലറും. അപ്പോൾ ഇത് നമ്മുടെ സിസ്റ്റം എങ്ങനെയാണ്, അതിൻ്റെ ഫങ്ഷണാലിറ്റി എന്താണ് എന്നുള്ളത് ഇങ്ങോട്ടേക്ക് മാപ്പ് ചെയ്യാം. ഫങ്ഷണൽ വ്യൂ മാപ്പ് ചെയ്യുക, ഏത് ഫങ്ഷണൽ ഗ്രൂപ്പിനകത്തേക്കാണെന്നുള്ളത് മാപ്പ് ചെയ്യുക. ഇവിടെ നോക്കി നിങ്ങൾ ഡിവൈസ് എന്ന് പറയുന്ന സാധനം, ഡിവൈസ് നിങ്ങൾക്കറിയാം ഇതിനകത്ത് വരുന്നതാണ് ഫങ്ഷണൽ ഗ്രൂപ്പായിട്ടുള്ള ഈ ഡിവൈസിനകത്തേക്ക് വരുന്നതാണ്. അതിനകത്ത് സെൻസേഴ്സ് ഉണ്ട്, ആക്ച്വേറ്റേഴ്സ് ഉണ്ട്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഈ ഡിവൈസ് ഇങ്ങോട്ടേക്കാണ് മാപ്പ് ചെയ്തിട്ടുണ്ട്, അതാണ്ടല്ലേ ഇവിടത്തേക്ക് മാപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഡിവൈസ് എങ്ങോട്ടും കൂടെ കൊടുത്തിട്ടുണ്ട്, ഈ മാനേജ്മെൻറ്റ് ഗ്രൂപ്പിനകത്തേക്കും കൊടുത്തിട്ടുണ്ട്, ഡിവൈസ് മാനേജ്മെൻറ്റിനകത്തേക്കും കൊടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇനി സെക്കൻഡ് വൺ റിസോഴ്സസ് എന്ന് പറയുന്നതാണ്. റിസോഴ്സ് ഇവിടെ മാനേജ്മെൻറ്റ് ഗ്രൂപ്പിനകത്തേക്കാണ്, പില്ലറിനകത്തേക്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ കൺട്രോളർ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ, കൺട്രോളർ സ്റ്റാറ്റസ് നമ്മൾ ആപ്ലിക്കേഷൻ മാനേജ്മെൻറ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്, അവിടത്തേക്കാണ് ഇത് ബ്ലോക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഡാറ്റാബേസ് നോക്കി നിങ്ങൾ മാനേജ്മെൻറ്റ് ഗ്രൂപ്പിനകത്ത് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ആപ്ലിക്കേഷനകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളെ ഡാറ്റാബേസ് സെർവറിനകത്തേക്കാണ് ആക്ച്വലി അത് പോകുന്നത്. അങ്ങനെ ഓരോന്നും നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ബേസിക് ആയിട്ടുള്ള ആർക്കിടെക്ചറിനകത്തുള്ള ഫങ്ഷണൽ ഗ്രൂപ്പിലേക്ക് എന്ത് ചെയ്യുന്നു, മാപ്പ് ചെയ്യുന്നു. അങ്ങനെ മാപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് ഏത് രീതിയിലാണ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. ഓക്കെ, അതായത് ഫങ്ഷണൽ വ്യൂ സ്പെസിഫിക്കേഷൻ എന്നാണ് ഇതിന് പറയുക. Next one, operational view specification. The 8th step in the IoT system methodology is to define the operational view specification. In this step, various operations pertaining to the IoT system deployment and operations are defined. ഇതിനകത്ത് നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ട് ഏതൊക്കെ ഹോസ്റ്റാണ്, ഏതൊക്കെ സെർവറാണ് യൂസ് ചെയ്യുന്നത്, സ്റ്റോറേജ് എങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, ആപ്ലിക്കേഷൻ ഹോസ്റ്റിംഗ് എങ്ങനെയാണെന്നൊക്കെ വളരെ ക്ലാരിറ്റിയോടുകൂടെ എന്ത് ചെയ്യണം, സ്പെസിഫൈ ചെയ്യണം. അതായത് we are going to the final steps of the IoT development, system development. IoT system development ഫൈനൽ സ്റ്റെപ്പിലേക്ക് പോകുന്ന കൂടുതൽ എന്ത് ചെയ്യണം, നമ്മൾ ക്ലാരിറ്റിയോടുകൂടെ നമ്മൾ സ്പെസിഫൈ ചെയ്യണം. ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ആക്കാൻ പോവല്ലേ നമ്മൾ. അതിനകത്ത് ഇതാണ് നോക്കിയാണ് നമ്മുടെ സിസ്റ്റത്തിനകത്തുള്ള
അതായത് ഇതാണ് നമ്മൾ നേരത്തെ പറയുന്നത് ബേസിക് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അതിനകത്ത് ഓരോന്നും ഏത് സർവീസ് നമ്മൾ യൂസ് ചെയ്യണം. അപ്പം കമ്പ്യൂട്ടിംഗ് ഡിവൈസസ് എന്തൊക്കെയാണെന്ന്, ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടിംഗ് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ റാസ്ബെറി പൈ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, LDR എന്ന് പറഞ്ഞ സെൻസറാണ് യൂസ് ചെയ്യുന്നത്, ആക്ച്വേറ്റർ റിലേ ആണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ഓരോന്ന് കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, വളരെ സ്പെസിഫിക് ആയിട്ട് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇവിടെ കണ്ടില്ലെങ്കിൽ ആപ്ലിക്കേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് എന്താണെന്ന് സ്പെസിഫൈ ചെയ്യണം. MySQL ആണോ ഡാറ്റാബേസ്, അതോ പിന്നെ ഒറാക്കിളാണോ യൂസ് ചെയ്യുന്നത് എന്നൊക്കെയുള്ളത് നമ്മളിങ്ങനെ വളരെ സ്പെസിഫിക് ആയിട്ട് എന്ത് ചെയ്യണം, ഓരോ സാധനങ്ങളും നമ്മൾ സ്പെസിഫൈ ചെയ്യണം. വെബ് ആപ്ലിക്കേഷൻസ് ഏതാണ് യൂസ് ചെയ്യേണ്ടത്, സെർവർ ഏതാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ എന്താ പറയുക ഫൈനലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്പെസിഫൈ ചെയ്യണം. ഇന്നതാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതാണ് ആക്ച്വലി എന്ത് ഓപ്പറേഷണൽ വ്യൂ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഡിവൈസ് കമ്പോണൻ്റ് ഇൻറ്റഗ്രേഷൻ. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫൈനൽ പ്രോഡക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിവൈസസിനെയും കമ്പോണൻസിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. ദ നയൻത് സ്റ്റെപ്പ് ഈസ് ടു ഇൻറ്റഗ്രേറ്റ് ഓർ ഇൻറ്റഗ്രേഷൻ ഓഫ് ദി ഡിവൈസ് ആൻഡ് കമ്പോണൻസ്. ഡിവൈസിനെയും കമ്പോണൻസിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. നമ്മൾ ആപ്ലിക്കേഷനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു LDR ഉണ്ടായിരിക്കും, പിന്നെ LED യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ, പിന്നെ അതുപോലെ ഇത് ലൈറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് കേട്ടോ LED എന്ന് പറയുന്നത്. പിന്നെ ഒരു റിലേ യൂസ് ചെയ്യുന്നു. അപ്പം ഇത്രയും കമ്പോണൻസിനെ നമ്മളൊരു റാസ്ബെറി പൈ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പം ഇതിനകത്ത് നിന്ന് റിലേക്കകത്ത് നിന്ന് ഒരു പെർട്ടിക്കുലർ ലെവൽ ഈ സെൻസറിനകത്ത് LDRനകത്ത് നിന്ന് ഒരു പെർട്ടിക്കുലർ ലെവൽ ഇൻറ്റൻസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ LDRനകത്ത് നിന്ന് ഒരു പെർട്ടിക്കുലർ വാല്യൂ വരും. ആ വാല്യൂ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, റാസ്ബെറി പൈ യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നു. പ്രോഗ്രാം ചെയ്തിട്ട് റിലേനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. റിലേ ആക്ടിവേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ലൈറ്റിനെ എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ഇതൊരു പ്രോഡക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫൈനൽ സ്റ്റെപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് ഈസ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ്. നമ്മൾ ഹാർഡ്വെയർ ഓൾറെഡി ആയി, കൺട്രോൾ ചെയ്യേണ്ട സ്റ്റെപ്സ് ആയി. പക്ഷേ റിമോട്ട് പ്ലേസിൽ ഇരുന്ന് നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഷുഡ് ഡിസൈൻ എ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇൻ ദി സെൻസ് വെബ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അത് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റിമോട്ട് പ്ലേസിൽ ഇരുന്നിട്ട്, അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിമോട്ട് പ്ലേസിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു ചെറിയ സ്നാപ്ഷോട്ട് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു. ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് ഇതേപോലെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കും. നമുക്ക് ഇതൊരു എക്സാമ്പിൾ മാത്രം കാണിച്ചു തന്നല്ലോ കേട്ടോ. ഇപ്പോൾ ഓട്ടോ ആണ് മാനുവൽ ആണോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് ഓട്ടോ മോഡലാണ്, ഡാഷ്ബോർഡിനകത്ത് കാണാം ഓട്ടോ. ഇത് മാനുവലിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓഫ് ആൻഡ് ഓൺ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മാനുവലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ലൈറ്റിന് അതേപോലെ തന്നെ മാനുവൽ മോഡലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓൺ ആൻഡ് ഓഫ് ചെയ്യാൻ പറ്റും. ഇത്രയും ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടായിരിക്കണം റിമോട്ട് പ്ലേസിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യാൻ, ഈ ആപ്ലിക്കേഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ ദീസ് ആർ ദി 10 ഡിഫറെൻറ്റ് സ്റ്റെപ്സ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. താങ്ക് യു.